ഹലോ ഗായ്സ്, നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെന്ന് പറയുന്നത് കാരണം എൻ്റെ സുനുക്കുട്ടനില്ല, ചേച്ചി വീട്ടിലാണ്, ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ആൾ വന്നില്ല. നമ്മളെല്ലാവരും ഉണ്ട്, ഫാമിലി. ഇതാ പപ്പയുണ്ട്, അപ്പാളും ഉണ്ട്. അമ്മ എവിടെ? അമ്മയുണ്ടാ. അപ്പോൾ നാളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയൊരു സർപ്രൈസൊക്കെ വരുന്നുണ്ട്, വഴിയെ പറയാം. ഇനി ഇതാ ഇവിടെ ഡ്രൈവർ കുട്ടൻ, എൻ്റെ ചേട്ടൻ മിസ്റ്റർ ആഷിഖ് BS, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മളിതാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 7 മണിക്ക് മുന്നേ അവിടെ ഇവിടെ വന്നിട്ടില്ലല്ലോ ചേട്ടാ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ട്രിവാൻഡ്രം ക്ലബ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. വഴുതക്കാടാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്. അപ്പാളു നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അകത്ത് കയറാൻ പോയി. അതെ, ഇതാ എല്ലാവരും നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, അറിയത്തില്ല. വിശക്കുന്നുണ്ട് അച്ചു? ഇവിടെ ഇതാ അച്ചുവിന്റെ അപ്പാളിന്റെയും അമ്മയും പപ്പയും കണ്ടുമുട്ടി നമ്മൾ. സൗമ്യ ചേച്ചി, അയ്യോ അപ്പോൾ നമ്മൾ ഫൈനലി ഇതാ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. എന്താ സർപ്രൈസ് എന്നൊക്കെ വഴിയെ ഞാൻ പറയുന്നുണ്ടാവും. എന്തായാലും എൻ്റെ ചേച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ. സോ എൻ്റെ വേർഷൻ ഓഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞ പോലെ എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഷോറൂമിൽ നിൽക്കുക. അപ്പോൾ ആള് സർപ്രൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ആൾക്കറിയില്ല നമ്മൾ കല്യാണത്തിന് പോകുന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണം. അപ്പോൾ ഈ സർപ്രൈസ്ഡ് ആവും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചേട്ടൻ ഇവിടെ ഏതാണ്ടൊക്കെ നോക്കുന്നുണ്ട്, ചേട്ടനും പപ്പയും കൂടെ ഇവിടെ ഏതാണ്ട് ഫോണൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരിതാ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഏത് ഫോണാ മേടിക്കുന്നതെന്നുള്ളത് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവരെന്നെ സർപ്രൈസ് ചെയ്തതിനേക്കാളും കൂടുതൽ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ് എനിക്ക് കുറച്ചും കൂടെ സർപ്രൈസ് ആയിട്ട് തോന്നിയത്. അപ്പം ഇതെന്ന് പറയുന്നത് ഡേ 1 ആണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഐഫോൺ നോക്കി വന്നേക്കുവാണ്. ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ശരിക്കും നമ്മളൊരു മാരേജിന് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചിലപ്പോൾ എടുക്കും, മേ ബി, അറിയത്തില്ല. ചേട്ടാ, എന്താണ് പ്ലാൻ? സർപ്രൈസ് ആണോ? ചേച്ചി അറിഞ്ഞിട്ടുണ്ടായത്? ഓക്കെ, അവർ സംസാരിക്കുവാണ്. എനിക്ക് സർപ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റോറിയൊക്കെ അറിയണത്. ഇത് ഡേ 1 ആണ്. അവർ കല്യാണത്തിന് പോയ ദിവസം. അന്ന് അവർ ലുലു മോളിലൊക്കെ പോയി നോക്കി. അപ്പം ഞാൻ എൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുത്ത സെയിൽ വരുന്ന സമയത്ത് വാങ്ങാന്ന് പറഞ്ഞിട്ട്. അത് ടീൽ കളറാണ്, ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ആ ഒരു കളറ് ലുലു മോളിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഷോറൂമിലുള്ളവർ ബാക്കി കുറേ അടുത്തുള്ള ഷോറൂമിലൊക്കെ വിളിച്ചു ചോദിച്ചു, അവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഡെസ്പായിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അത് കളർ കിട്ടൂലെന്നായതിനു ശേഷം പിന്നെ അവർ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അന്ന് രാത്രി, അന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവരന്ന് ഇവിടെ അടുത്തെവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ലുലു വരെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് QRS നോക്കി, അത് കഴിഞ്ഞ് മൈജിയിൽ നോക്കി. പക്ഷെ അവിടെ ഒന്നും ഈ കളർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലുലുവിലുള്ള ഷോറൂമിൽ അടുത്ത ദിവസം എടുത്തു വെച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നെ തിരിച്ച് ലുലുവിൽ തന്നെ പോയിട്ട് ആ ഫോണ് സർപ്രൈസായിട്ട് വാങ്ങിച്ചിട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോഴൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇന്ന് സാറ്റർഡേ ആയിരുന്നെന്ന് തോന്നുന്നു. സാറ്റർഡേ അവന് എക്സാം ഉണ്ടായിരുന്നു, ഒരു PSCയുടെ. അപ്പോൾ ആ എക്സാമിന് പോണ വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്നിട്ട് തിരിച്ച് വന്ന് ഞാനും അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് റെഡിയായി അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ്
അവ ഇത് കൊണ്ടുവരുന്നത്. അൺബോക്സിംഗ് ഒക്കെ ചെയ്തത് പപ്പയാണ്. ചിക്കു വീഡിയോ എടുക്കുമായിരുന്നു. കാരണം അവിടെ വെച്ച് തന്നെ കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ അവർ ചെക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചിട്ടാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പം എന്തായിരുന്നാലും ഹാപ്പിയാണ്. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ വെച്ചിരുന്ന സാധനമാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് വാങ്ങി തന്നത് ചിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഫോൺ വാങ്ങി തരുന്നത്. അപ്പം അവൻ അത്ര എഫേർട്ട് ഇട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു സർപ്രൈസിൽ അവൻ മാത്രമല്ല, വീട്ടിലെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. വ്ളോഗ് എടുക്കാത്ത അമ്മ വ്ളോഗ് എടുക്കുന്നു, സംസാരിക്കുന്നു. അപ്പം എല്ലാവരുടെയും എഫേർട്ട് ഇതിലുണ്ട്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നതിൻ്റെ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കിക്ക് ഉണ്ടല്ലോ, നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ പൈസ കൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പോയി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ആ ഫീലിൽ എനിക്ക് ഐഫോൺ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ ഐഫോൺ ലവറൊന്നും അല്ല, പക്ഷെ എനിക്ക് വീഡിയോ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അല്ലാതെ ഒരു പ്രൈമറി ഫോൺ എന്ന നിലയിലൊന്നും അല്ല ഐഫോൺ വാങ്ങുന്നത്. എന്ത് പരിപാടി? എന്തോ ചെയ്യണ്? എന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ? ചോദിച്ചു വേറെ ചോദിച്ചെന്ന്. അയ്യേ, താൻ വിചാരിക്കും ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നെന്നാ. ശരി, എന്തായിരിക്കും ഇത്? ആപ്പിളെന്ന് വെച്ച് കഴിഞ്ഞാ അതിനകത്ത് അത് തനിക്കല്ല ഞാൻ വാങ്ങിച്ചത്. എന്തോന്ന് വെച്ചേ? അല്ല, ഓടേ, പിന്നെ തനിക്കല്ലാതെ പിന്നെ ആയിരിക്കും. അയ്യോ, എത്ര രൂപയായി? ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ ഓണായിരിക്കും, ഇല്ല ഞാൻ യൂട്യൂബിലെല്ലാം ഇങ്ങനെ ഓണാക്കണ കണ്ടിട്ടുണ്ടല്ലോ. ഓ, അതൊക്കെ കഴിഞ്ഞ്. അത് സ്വിച്ച് ഓഫ് ആയിരിക്കുമല്ലേ, ഫ്രണ്ടില് ഗ്ലാസ് ഇടാൻ വേണ്ടി. ഇതെപ്പോ പോയി വാങ്ങിച്ചത്? ഇതൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാമോ? എല്ലാവർക്കും അറിയത്തില്ല. പപ്പയ്ക്ക് അറിയാം. അമ്മയ്ക്ക് അറിഞ്ഞോടാ? അമ്മയ്ക്കും അറിയാം. എനിക്ക് മാത്രമായിരിക്കും അറിയാത്തത്. ഫോൺ എങ്ങനെയുണ്ട്? ഫോണുള്ള ഈ കളർ ഞാൻ നോക്കി വെച്ചിരുന്ന കളർ. ശരിക്കും ഇത് ഏത് ഫോൺ? ഐഫോൺ? ഇത് ഐഫോൺ 16 പ്ലസ്. ഞാൻ 16 ആണ് നോക്കി വെച്ചത്. എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ട്